വീണ്ടും ന്യൂസ് ഡീകോഡിലേക്ക്. ഗസയിൽ യുദ്ധം തുടങ്ങിയത് മുതൽ ഇസ്രായേലിന് മറ്റൊരു വശത്ത് വലിയ അലോസരമുണ്ടാക്കിയത് ഹിസ്ബുള്ളയായിരുന്നു. ലബനൻ അതിർത്തിയിൽ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഹിസ്ബുള്ളയുടെ ആ ചൊറിച്ചിൽ വളർന്നു വലിയ യുദ്ധമുഖത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് പുതിയ സാഹചര്യം. ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ കാര്യമായ സൈനിക നടപടിയിലേക്ക് കടക്കുകയാണ്. ഹിസ്ബുള്ള തിരിച്ചും. ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയുടെ പുതിയ മുന്നറിയിപ്പിനെ കുറച്ച് കാണുന്നില്ല ഇസ്രായേലും അമേരിക്കയും. അയൺ ഡോം തകർക്കാനുള്ള വഴി ഞങ്ങൾക്കറിയാമെന്ന ഹിസ്ബുള്ളയുടെ ഭീഷണി നെതന്യാഹുവിന് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. നോക്കാം എന്താണിപ്പോൾ ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ഉരുണ്ടുകൂടുന്ന പുതിയ സാഹചര്യം എന്താണ് നമുക്ക് വിശദമായി നോക്കാം. ശരി, ഇസ്രായേൽ വേഴ്സസ് ഹിസ്ബുള്ള. ഒരു പക്ഷേ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ അന്ന് മുതൽ തന്നെ ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ള കാര്യമായ അലോസരം ഇസ്രായേലിന് ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ സൈനിക നടപടിയൊക്കെ ഇസ്രായേൽ തിരിച്ച് ലബനനിലേക്ക് ഷെല്ലാക്രമണവും ബോംബാക്രമണവും ഒക്കെ നടത്തി ഹിസ്ബുള്ളയുടെയും ലബനൻ സൈന്യത്തിൻ്റെ തന്നെ പ്രധാന നേതാക്കളെയും ഒക്കെ വകവരുത്തിയെങ്കിൽ കൂടിയും അതിപ്പോൾ ഒരു വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു ഇസ്രായേലിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ സാഹചര്യം. മുന്നറിയിപ്പുമായി ഹസൻ നസ്രുള്ള സായുധ ഷിയ വിഭാഗമായ ഹിസ്ബുള്ളയുടെ മേധാവിയാണ്. ഹസൻ നസ്രുള്ളയുടെ പുതിയ മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ പരിധികളില്ലാത്ത യുദ്ധമുണ്ടാകും എന്നുള്ളതാണ്. വ്യാപകമായ പരിധികളില്ലാത്ത യുദ്ധത്തിലേക്ക് ഹിസ്ബുള്ള കടക്കുമെന്ന് ഹസൻ നസ്രുള്ള പറയുമ്പോൾ സ്വാഭാവികമായും വലിയ ആശങ്ക ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ള എന്താണ് എന്ന് കൃത്യമായി ഒരു വ്യക്തത ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്കും ഒപ്പം ഇസ്രായേലിനുമില്ല. ഇതുവരെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒപ്പം അവർക്ക് ആയുധം നൽകിക്കൊണ്ടിരുന്നത് ഇറാനാണ് എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആരോപണം. പക്ഷേ പല നിലക്ക് ഇറാൻ ഇപ്പോൾ വലിയ തകർച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിൽ സാമ്പത്തികമായും മറ്റു നിലക്കും സാമ്പത്തികമായോ സാമൂഹികമായും രാഷ്ട്രീയപരമായും ഒക്കെ വലിയ ക്ഷീണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇറാന്. ഈ ഘട്ടത്തിലും ഇറാന് ഈ നിലക്ക് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ നൽകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനിപ്പോൾ ഉത്തരം നൽകുന്നില്ല. അങ്ങനെയെങ്കിൽ എവിടെ നിന്നാണ് ഹിസ്ബുള്ളക്ക് ആയുധങ്ങളൊക്കെ കിട്ടുന്നതെന്ന് ചോദ്യമുണ്ട്. ഹൈഫയുടെ ഡ്രോൺ ദൃശ്യം വെച്ചാൽ ഇസ്രായേല് ഹൈഫ തുറമുഖത്തിൻ്റെ ഡ്രോൺ ദൃശ്യം പുറത്തുവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള. എന്ന് വെച്ചാൽ ആ തുറമുഖത്തിനടുത്തുള്ള പാർപ്പിട സമുച്ചയങ്ങളും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഏരിയകളുടെ ഒക്കെ ഒരു ഡ്രോൺ ദൃശ്യം പുറത്തുവിടുന്നതിലൂടെ ഇത് ഞങ്ങൾ ആക്രമിച്ചേക്കുമെന്നുള്ളൊരു സൂചനയും ഭീഷണിയും കൂടിയാണ് ഹിസ്ബുള്ള നൽകിയത്. സൈപ്രസിൻ്റെ റോൾ, അപ്പോൾ സൈപ്രസ് തുറമുഖം വഴിയാണ് ഇതിൽ സൈപ്രസിൻ്റെ ഒരു സഹായം തേടിയിട്ടുണ്ട്. വെച്ചാൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈപ്രസിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. സൈപ്രസിലെ തുറമുഖം വഴി ഹിസ്ബുള്ളയെ ആക്രമിക്കാം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. പക്ഷേ സൈപ്രസിന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ യുദ്ധത്തിൽ ഇടപെടരുത്, ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കരുത്, അങ്ങനെ വന്നാൽ സൈപ്രസിന് വലിയ ദോഷം ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് നിലവിൽ ഹസൻ നസ്രുള്ള സൈപ്രസിനും നൽകിയിട്ടുണ്ട്. ഗസയിലെ സൈനിക അതിർത്തി, ഇപ്പോൾ ഗസയിൽ IDF-ന്റെ വലിയ സൈനിക വിന്യാസമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പകുതിയിലധികം സൈനികരെ വലിച്ചുകൊണ്ട് ഈ ലബനൻ അതിർത്തിയിലേക്ക് മാറ്റാണ് നിലവിൽ ഇസ്രായേലിൻ്റെ ശ്രമം. അത് ആ ഒരു ശ്രമം തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. അയൺ ഡോം തകർക്കുമോ എന്നുള്ള ആശങ്ക നിലവിൽ അയൺ ഡോം തകർക്കാനുള്ള വഴികൾ ഞങ്ങൾക്കറിയാമെന്നുള്ളൊരു ഭീഷണിയും മുന്നറിയിപ്പും ഹിസ്ബുള്ള നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് അവരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിനപ്പുറത്ത് ഒരു ആശങ്കയായി വളർന്നിട്ടുണ്ടെന്നുള്ളതാണ്. അമേരിക്കയുടെ ആശങ്ക പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ നിരവധി സൈനികരുണ്ട്, അതിർത്തികളിലുണ്ട്, ഇസ്രായേലിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലബനൻ അതിർത്തിയിൽ കൂടി ഒരു വലിയ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ സൈനികരെ ജീവന് ഭീഷണിയാകും. ആ നിലക്ക് അമേരിക്ക ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. ഹിസ്ബുള്ളയോട് നിലവിൽ കളി വേണ്ട എന്ന് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിട്ടുണ്ട്. ആന്റണി ബ്ലിങ്കൻ നിലവിൽ ഇസ്രായേലിലാണ് ഉള്ളത്, നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നിലവിൽ ഗസയിൽ ഒരു യുദ്ധത്തിനിറങ്ങി തന്നെ കൈപ്പൊള്ളിയ അവസ്ഥയിലാണ് ഇപ്പോൾ നെതന്യാഹു ഉള്ളത്. അതുകൊണ്ട് ലബനനിലേക്ക്, അതായത് ഹിസ്ബുള്ളയുമായ ഒരു യുദ്ധം ഈ ഘട്ടത്തിൽ വേണ്ട എന്നുള്ളൊരു ആവശ്യം നെതന്യാഹുവിൻ്റെ മുന്നിൽ ബ്ലിങ്കൻ വെച്ചു എന്നുള്ളതൊക്കെയാണ് കേൾവി. എന്തായാലും ഒരു വലിയ യുദ്ധത്തിൽ ഇത് കലാശിക്കുമോ? അങ്ങനെ ഒരു യുദ്ധം ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിനിറങ്ങാൻ മാത്രമുള്ള കെൽപ്പും ആയുധശേഷിയുമൊക്കെ സാമ്പത്തിക ശേഷിയുമൊക്കെ ഹിസ്ബുള്ളക്കുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടത്. MCA നാസർ, ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് മേധാവി ചേരുന്നുണ്ട്. MCA, എന്താണിപ്പോൾ ഈ ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഉരുണ്ടുകൂടുന്നത്? അങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനൊക്കെയുള്ള കെൽപ്പ് ഹിസ്ബുള്ളക്കുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അതായത് എല്ലാ നിലക്കും വലിയ ക്ഷീണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നെതന്യാഹു ഹിസ്ബുള്ളക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമോ ഇപ്പോൾ? സൈഫുദ്ദീനെ, വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം പശ്ചിമേഷ്യയിലേക്ക് ഒരു പക്ഷേ ഈ ഗസ യുദ്ധം വ്യാപിക്കരുത് എന്ന് ആഗ്രഹിച്ചാലും
ഇപ്പോൾ ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ശക്തമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ ഹിസ്ബുല്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, മിനിയാന്ന് ഹസൻ നസ്രുള്ള നടത്തിയ പ്രഖ്യാപനത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, 100,000-ലധികം സൈനികർ, പോരാളികൾ, വളരെ പരിശീലനം ലഭിച്ച ആളുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഏറ്റവും നവീനമായിട്ടുള്ള ആയുധങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ കണക്ക് കൂട്ടുന്നതിൽ അപ്പുറത്തേക്കുള്ള ദീർഘദൂര പ്രഹരശേഷിയുള്ള മിസൈലുകൾ തങ്ങളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ദീർഘിച്ചൊരു യുദ്ധം വേണമെങ്കിലും നടത്താൻ തങ്ങൾക്ക് പ്രാപ്തിയുണ്ട് എന്ന കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഹസൻ നസ്രുള്ള നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു നിയമങ്ങളും തങ്ങൾ അംഗീകരിക്കുകയില്ല. അത്തരമൊരു യുദ്ധം വരികയാണെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഉപാധികളോ അത്തരം പരിമിതികളോ തങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുകയില്ല. വളരെ വ്യാപ്തിയിലേക്ക് തന്നെ ആ ആക്രമണം കൊണ്ടുപോകും. അവിടെ ജനവാസ കേന്ദ്രങ്ങളെന്നോ സിവിലിയൻ സമൂഹമെന്നോ എന്ന അർത്ഥത്തിലുള്ള ഒരു വിവേചനം പോലും ഉണ്ടാവുകയില്ല എന്ന് ഒരുപക്ഷെ സമീപകാലത്ത് ഇത് ആദ്യമായിട്ടാണ് ഹസൻ നസ്രുള്ളയുടെ അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു വാക്കുകൾ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, സ്വാഭാവികമായിട്ടും ഇത്തരമൊരു ആക്രമണം വരികയാണെങ്കിൽ അതിന് ഒരുപാട് തലങ്ങളിലേക്ക് അതിന് വ്യാപ്തി ഉണ്ടാവും. ഇറാൻ എന്തായാലും തങ്ങൾ വെറുതെ ഇരിക്കില്ല. അത്തരമൊരു ആക്രമണം ലബനാന് നേരെ നടന്നാൽ ശക്തമായി തന്നെ ലബനാനെ പ്രതിരോധിക്കാൻ തങ്ങൾ മുമ്പിലുണ്ടാവുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഹൂത്തികൾ വളരെ സമരോത്സുകമായി തന്നെ ചെങ്കടൽ തീരത്ത് അവരും ശക്തമാണ്. ഇറാഖിലാണെങ്കിൽ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് വളരെ സജീവമായി തന്നെ ഇപ്പോൾ തന്നെ ഐഫക്കെതിരെ ആക്രമണം നടത്തി അവർ രംഗത്തുണ്ട്. അപ്പോൾ വളരെ ബഹുതല സ്പർശിയായിട്ടുള്ള ഒരു വ്യാപ്തിയിലേക്ക് യുദ്ധം പോകുമെന്ന ആശങ്ക ഒരുപക്ഷെ ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കയ്ക്ക് തന്നെയാണ്. നേരത്തെ സൈഫു സൂചിപ്പിച്ചതുപോലെ മേഖലയിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യങ്ങളുണ്ട്, അമേരിക്കയുടെ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളൊക്കെയും ഹനിക്കുന്നൊരവസ്ഥയിലേക്ക് അമേരിക്കയെ പോലും ഈ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ വലിച്ചു കിടക്കുന്നു എന്ന ഒരു പരാതി നേരത്തെ തന്നെ ഉണ്ട്. അതിലേക്കാണ് ഇപ്പോൾ നെതന്യാഹു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള യുദ്ധസന്നാഹങ്ങളാണ് അതിർത്തി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പക്ഷേ ഒരു നയതന്ത്ര തലത്തിലൂടെ ഇപ്പോൾ പോലും പ്രശ്നപരിഹാരത്തിനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് ആന്റണി ബ്ലിങ്കൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എത്ര കണ്ട് പ്രയോഗതലത്തിൽ വരും എന്ന കാര്യം ഉറപ്പല്ല. പക്ഷെ എന്തായാലും പിന്നിട്ട് ദിവസങ്ങളിൽ അവസ്ഥ നോക്കുമ്പോൾ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥ. എന്തായാലും ആപൽക്കരമായ ഒരു സാഹചര്യം അവിടെ അതിർത്തിയിലുണ്ട്. അതെങ്ങനെ പരിഹരിക്കും അമേരിക്ക ഇടപെട്ടെന്നുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്ന യുദ്ധത്തിലേക്ക് പോയാൽ വലിയ ഭവിഷ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള ഉറപ്പാണ്.